ഹലോ ഗൈസ്, ജെഫോടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരേപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരേപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു എട്ടിൻ്റെ പണിയാണ് നമ്മളത്തെ വീഡിയോ പറയാൻ പോകുന്നത്. ഇത് വെറുതെ നമ്മൾ ഒരു വീഡിയോസ് പോലെ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടോ അങ്ങനെ ചെയ്യുന്നതല്ല, നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയുന്ന സംഭവമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ജെഫോടെക് ചാനലിൻ്റെ ജെഫോടെക് സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. യൂട്യൂബുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട A to Z സർവീസുകളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പെയ്ഡ് സർവീസാണ്, എന്നാൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് ഓരോരോ സർവീസ് ചെയ്യുമ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഓരോരോ വീഡിയോസിൽ മുന്നോട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ചോദിക്കുന്ന സംശയങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഒരു വീഡിയോ ആണ്. ചില ആൾക്കാർക്ക്, ഒന്നൊന്നുമല്ല കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് പറ്റിയ ഒരു പണിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. ഓക്കെ, അപ്പോൾ പരമാവധി വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഹൈപ്പ് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഹൈപ്പും ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ്, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. നിങ്ങൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു, നിങ്ങൾ നിങ്ങളുടെ എന്ത് കണ്ടന്റ് ആയിക്കോട്ടെ, കുക്കിംഗ് ചാനൽ ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് ഓഫ് വീഡിയോ ആയിക്കോട്ടെ, നിങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. അത് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അത് ഗാലറിയിൽ വെക്കുന്നു. ഓക്കെ, നിങ്ങളത് ഫസ്റ്റ് ടൈം നിങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു, റീൽസൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്കറിയാം, നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഒരേ സമയം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വ്യൂവേഴ്സ് കുറവായിരിക്കും. കാരണം ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഏകദേശം സെയിം വ്യൂവേഴ്സ് തന്നെ ആയിരിക്കും നമുക്ക് വരുന്നത്, അല്ലേ? നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഫോളോവേഴ്സ് ചെയ്യുന്നൊക്കെ ആൾക്കാർ ഏകദേശം സെയിം തന്നെ ആയിരിക്കും, വലിയ വ്യത്യാസം ഉണ്ടാവില്ല. കുറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ കൂടുതലും കുറവർക്ക് അപ്പുറം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് കുറഞ്ഞുകൊണ്ട് നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ, ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിൽ, യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോസ്റ്റ് ചെയ്യുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സാധാരണ എല്ലാവരും യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന കൂട്ടിക്കോ. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു, ഒരു 3 ദിവസം കഴിയുമ്പോഴേക്കും ആ വീഡിയോ നല്ല രീതിയിൽ വൈറലായി പോകുന്നു. നല്ല രീതിയിൽ വൈറലാകും, ചിലപ്പോൾ 1 മില്യൺ 2 മില്യൺ ഒക്കെ പോയി നല്ല രീതിയിൽ ആൾക്കാരുടെ ഇത് കിട്ടി. അപ്പോൾ ആ ഒരു വീഡിയോ എടുത്തിട്ട് ഒരുപാട് പേര് ചിലപ്പോൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ചിന്തിക്കുന്നില്ല, ആ ഒരു നമ്മുടെ വൈറലായ വീഡിയോ എടുത്ത് ഒരുപാട് പേര് ചിലപ്പോൾ അവരുടെ യൂട്യൂബ് ചാനലിൽ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ അതേപോലെ എടുത്ത് അപ്ലോഡ് ആക്കുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർക്ക് അറിയത്തില്ല, റീയൂസ്ഡ് കണ്ടന്റ് എന്താണെന്ന് അറിഞ്ഞൂടാത്ത ആൾക്കാർ ആ ഒരു നമ്മുടെ വീഡിയോസ് വൈറലായ വീഡിയോസ് എടുത്തിട്ട് അവരുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടാവും. പിന്നെ 3 ദിവസം കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ചാനലിലോട്ട് ഈ ഒരു വീഡിയോ എടുത്തിട്ട്, ഗാലറിയിലുള്ള ഒറിജിനൽ വീഡിയോ കണ്ടാൽ നമ്മുടെ അടുത്തുണ്ട്, അതെടുത്തിട്ട് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? രണ്ടാമത് അപ്ലോഡ് ചെയ്താൽ നമ്മുടെ കണ്ടന്റാണ്, നമ്മൾ സ്വന്തം ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ്, നമ്മളാണ് എഡിറ്റ് ചെയ്തത്, നമ്മുടെ കഷ്ടപ്പാടാണ്. പക്ഷേ നമ്മൾ രണ്ടാമതെടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്ത് അപ്ലോഡ് ചെയ്യും, നമുക്ക് പണി കിട്ടും, റീയൂസർ കണ്ടന്റ് വരും. ഓക്കെ, കാരണം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ യൂട്യൂബിലോട്ട് എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഫേസ്ബുക്കിലെ വൈറലായ വീഡിയോ ഒരുപാട് പേര് ഓൾറെഡി യൂട്യൂബ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതെടുത്ത് നമ്മൾ രണ്ടാമതെടുത്ത് നമ്മൾ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളാണ് സെക്കൻഡ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ഒന്നും അവിടെ പ്രശ്നമല്ല. ആരാണോ ഫസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അവർക്കാണ് അതിൻ്റെ ഓണർഷിപ്പ്, അധികാരം വരുന്നത്. അപ്പോൾ രണ്ടാമത് നമ്മളെടുത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് അത് റീയൂസറായിട്ട് വരും. അപ്പം ഇത് ഒരുപാട് പേർക്ക് വരുന്ന പ്രശ്നമാണ്. നല്ല രീതിയിൽ മോണിറ്റൈസേഷനായി വരുമാനം കിട്ടാൻ ചാനൽ നമ്മൾ വിചാരിക്കും, നമ്മളല്ലേ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നത്, നമ്മുടെ ഓൺ വീഡിയോ ആണ്, കുഴപ്പമില്ല, നമ്മളത് യൂട്യൂബിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ യൂട്യൂബിൽ മാത്രമേ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ഒരുമിച്ചുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒരുമിച്ച്, റീൽസ് ആയിക്കോട്ടെ, ലോങ് വീഡിയോസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങൾ യൂട്യൂബിൽ വേണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. യൂട്യൂബിൽ നിങ്ങൾ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുക, അതിനുശേഷം ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് റീയൂസർ കാര്യങ്ങളില്ല. ഫേസ്ബുക്കിനകത്ത് നമുക്ക് ഒരു എന്താ പറയുക, മറ്റുള്ളവരുടെ കണ്ടന്റ് അപ്ലോഡ് ചെയ്തെന്നുള്ള സംഭവം പറഞ്ഞാലും കുറച്ചൊരു എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്തി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ വിഷയങ്ങൾ ഫേസ്ബുക്കിനകത്ത് വരാനില്ല. പക്ഷേ യൂട്യൂബിൽ അങ്ങനെയല്ല, സ്പോട്ടിൽ മോണിറ്റൈസേഷൻ കട്ടായി കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പം AI വെച്ചിട്ടുള്ള ഡിറ്റക്ഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ സ്പോട്ടിൽ പോകും. നമ്മൾ അപ്ലോഡ് ചെയ്ത് കുറച്ച് സമയം കൊണ്ട് നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടായി പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഫേസ്ബുക്കിൽ ആദ്യം അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ യൂട്യൂബിലോട്ട് ഇടരുത്. ആദ്യം യൂട്യൂബിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാവുള്ളൂ. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം തന്നെ ഒരുപാട് പേരുടെ ഇതുപോലെ കട്ടായിട്ട് നമ്മുടെ അടുത്ത് റീയൂസർ കണ്ടന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ചാനലിനകത്ത് ചെക്ക് ചെയ്ത സമയത്ത് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല? ഇവരുടെ ചാനലിനകത്ത് ചെക്ക് ചെയ്ത സമയത്ത് ഒരു പ്രശ്നമില്ല, റീയൂസർ ആയിട്ടുള്ള ഒരു വീഡിയോസ് ഇവരുടെ ചാനലിലില്ല.
ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ച സമയത്ത് ഇവർ ഫേസ്ബുക്കിൽ ആദ്യം അപ്ലോഡ് ചെയ്തിരുന്നു. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞിട്ടാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് ഇവരുടെ വീഡിയോസ് തന്നെ വേറെ ചാനലിൽ കാണാനിടയായി. അപ്പോൾ ആദ്യം അപ്ലോഡ് ചെയ്ത് അവർക്ക് കുഴപ്പമില്ല, രണ്ടാമത് അപ്ലോഡ് ചെയ്താൽ നമുക്കാണ് പ്രശ്നം വരുന്നത്. ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കണം. എന്നിട്ട് മാത്രമേ വീഡിയോ ചെയ്യാവുള്ളൂ. ഫസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക, അതിന് ശേഷം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക 2 ദിവസം കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാവുള്ളൂ. ഇത് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.